ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മലബാറുകാരുടെ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. കായ്പോള ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ കായ്പോള ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 4 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത ഏത്തപ്പഴം കേട്ടോ. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ ഒന്ന് നമുക്ക് 4ആയിട്ട് കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ചെറുതാകാൻ പാടില്ല, കുറച്ച് ചെറിയ കനത്തോട് കൂടിയിട്ട് വേണം ഇത് മുറിക്കാനായിട്ട്. എന്നുവെച്ചാൽ ഇതിനെ നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് ചെറുതായി പോയി കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അത് ഈ ഒരു കനത്തിലാണ് മുറിക്കുന്നത്. എന്താ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാട്ടോ മുറിച്ചേക്കുന്നത്, ഈ ഒരു കനത്തിൽ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കശുവണ്ടി, അത് ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്ത മുന്തിരി, പിന്നെ കറുത്ത മുന്തിരി കേട്ടോ. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായ ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കശുവണ്ടി ഒരു ചെറിയ ബ്രൗൺ നിറാകണം. കശുവണ്ടി ഒരു ചെറിയ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇതിലേക്ക് മുന്തിരി ചേർക്കാം. ഇതും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കശുവണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂത്തെന്ന് മനസ്സിലാക്കുന്നത് ഈ മുന്തിരി ഒരു ബോള് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം. ഇത് കശുവണ്ടി മുന്തിരി മാത്രം എടുത്തേച്ചാൽ മതി, നെയ്യ് കോരി എടുക്കണ്ട. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ഒഴിച്ചേക്കുന്നത്. ഈ നെയ്യിലേക്ക് ഈ പഴം ചേർക്കാം. പഴമൊന്ന് നമുക്ക് ഈ നെയ്ക്കകത്തിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ല ഒരു പുറമൊക്കെ ഒന്ന് ഒരു കാരമലൈസ് ചെയ്ത് വരുന്ന പോലെ ഒന്നാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇത് നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തീ ഒന്ന് കൂട്ടി തന്നെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കൈ എടുക്കാതെ തന്നെ ഇളക്കണം. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. ഒന്ന് ഇളക്കിയ ശേഷം പിന്നെ ഒന്ന് ഇളക്കാതെ അങ്ങനെ നിരത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവശമൊക്കെ ഇതേപോലെ ഇങ്ങനെ മുരിഞ്ഞ് വരും കേട്ടോ. ഏത്തപ്പഴം ഒന്ന് കാരമലൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഇങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അത് അവിടെ തന്നെ കിടന്നോട്ടെ. ഇനി അതിൽ ചൂടൊന്ന് ആറണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, 6 ഏലക്കയുടെ കുരുവാണ്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒന്ന് അടിച്ചെടുക്കാം. അടിച്ച മുട്ടയിലേക്ക് ഒരു 1/4 കപ്പ് പാല്, ഇതൊന്നും കൂടെ അടിച്ചെടുക്കാം. ഇതേപോലെയാണ് കേട്ടോ അടിച്ചേക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മളിവിടെ പഴം വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒന്ന് ആറിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, അതൊഴിക്കാം. അതിനുശേഷം ഇതൊന്ന് യോജിപ്പിക്കാം. ഇതൊക്കെ പഴമൊക്കെ റോസ്റ്റ് ചെയ്ത പാത്രം ഉണ്ടല്ലോ, അത് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഇതങ്ങോട്ടേക്ക് ഒഴിക്കാം.
ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ആദ്യമേ സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു തവ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂട് പാത്രത്തിൻ്റെ എല്ലാ വശവും ഒരുപോലെ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ദോശത്തവ ചൂടാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആദ്യമേ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞ ശേഷം എത്രത്തോളം ലോ ആക്കാവോ അത്രയും ലോ ആക്കിയിട്ട് വെക്കുക കേട്ടോ. ഇത് വെന്ത് വരാനായിട്ട് ഏകദേശം ഒരു 30 തൊട്ട് 45 മിനിറ്റ് വരെയൊക്കെ എടുക്കും കേട്ടോ. അത് ഓരോ സ്റ്റൗവിൻ്റെ ചൂടനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടുക്ക് ആയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്ത എള്ള്. അത് ഞാനിങ്ങനെ നെയ്യൊന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ കേട്ടോ. അത് ആറിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെറുതെ ഇങ്ങനെ വെതറിയിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊരു ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഇത് വീണ്ടും അടച്ചു വെക്കാം. ഇനി ഇത് മുഴുവനായിട്ട് വേകുന്നവരെ ഇതിങ്ങനെ തന്നെ ആ ചെറിയ തീയിൽ ഇരിക്കട്ടെ കേട്ടോ. അപ്പം ഇനി ഇത് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇതൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊന്നും ആറിയിട്ടില്ല, ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതാ ഇതുപോലെ ആയിട്ടിരിക്കുന്നത് നല്ല സോഫ്റ്റാണ്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം. അതാ ഇതേപോലെ ആയിട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്